ഹായ്. നേരത്തെ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് നമ്മൾ കുറേ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്തിനായിരിക്കും ഇത് പറയുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു സിമ്പിൾ ഹെൽത്ത് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ക്യാൻ ലീഡ്സ് ടു സിഗ്നിഫിക്കൻറ്റ് ഹെൽത്ത് ബെനിഫിറ്റ്സ്. എന്താണെന്നറിയോ? അതായത് നമ്മൾ ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ പ്രോബ്ലംസ് ആദ്യം മാറുന്നത് കാണാം. അത് കഴിഞ്ഞ് നിങ്ങളുടെ ആക്ടിവിറ്റി ലെവൽ കൂടി വരുന്നത് കാണാം. അത് എനർജി ലെവൽ ഇമ്പ്രൂവ് ആവുന്നത് കാണാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന വലിയൊരു വ്യത്യാസമാണ് നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കുറയുന്നത് കാണാം. നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ രാത്രി 7 മണി ആകുമ്പോഴത്തേക്ക് ഫുഡ് എന്തുകൊണ്ട് നിർത്തണം എന്നാണ് പറയുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ കാലത്ത് മിക്ക ഫങ്ഷൻസും വരുന്നത് രാത്രിയായിരിക്കും. ഒന്നുമില്ലെങ്കിൽ സൽക്കാരം, അല്ലെങ്കിൽ കല്യാണം, അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഗെറ്റ് ടുഗദറോ കാര്യങ്ങളൊക്കെ രാത്രിയിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും. പക്ഷേ ഈ സമയത്ത് നമ്മൾ സ്വിച്ച് ചെയ്യുമ്പം നമ്മൾ എടുക്കുന്ന ഫുഡിൻ്റെ ക്വാളിറ്റി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പലപ്പോഴും ക്വാളിറ്റിയെ കുറിച്ചിട്ട് ആലോചിക്കാറില്ല, ക്വാണ്ടിറ്റി മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ അല്ലേ? അപ്പം നിങ്ങൾ ഒരു 10 വർഷത്തിന് മുന്നേ ഉള്ള ഒരു ലൈഫ് സ്റ്റൈലാണോ ഇന്നത്തെ കാലത്തുള്ളത്? നമ്മുടെ ഇടയിലോട്ട് തട്ടുകടകളുടെ വളരെയധികം അമിതമായിട്ടുള്ള പ്രവാഹം വന്നു. നമ്മുടെ ഒരു ചെറിയൊരു ലൊക്കാലിറ്റി എടുത്ത് നോക്കിയാൽ തന്നെ എത്ര ഹോട്ടലുകളാണ്, എത്ര ചെറിയ ചെറിയ തട്ടുകടകളാണ്, അത്ര തന്നെ ഹോസ്പിറ്റൽസും ഉണ്ട്. അവിടെയൊക്കെ നല്ല തിരക്കുമാണ് അല്ലേ? നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ മതി, എപ്പോൾ നോക്കിയാലും ടോക്കൺ എടുക്കുമ്പോൾ തിരക്കായിരിക്കും. എല്ലാം രോഗികളായിട്ട് മാറുകയാണ്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമം ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ കഴിക്കുന്ന ഡിന്നർ വീക്കിൽ ഒരു 5 days എങ്കിലും ബിഫോർ 7 ആക്കി കഴിഞ്ഞാൽ ബാക്കി 2 ദിവസം എന്തെങ്കിലും എക്സ്ക്യൂസ് നിങ്ങൾ പറയുമായിരിക്കും. പക്ഷേ ആഫ്റ്റർ 7th day നിങ്ങൾ നേരത്തെ ഫുഡ് കഴിക്കുന്നതുകൊണ്ടുള്ള എനർജി ലെവലിലുള്ള വ്യത്യാസവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ നിങ്ങളങ്ങ് മാറും. കാരണം എന്താണെന്നറിയോ? നമുക്ക് ഒരു ദിവസം വലിയ വർക്കൊന്നും ഇല്ലാത്ത ഒരാൾ, നമ്മൾ ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾ നോർമലായിട്ടുള്ള ഹൗസ് വൈഫാണ്, ഇന്നത്തെ കാലത്ത് അധികം വർക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഹെവി ആയിട്ട് കഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. നമ്മൾ ഈ ഒരു കൊണ്ടുവരുന്ന ഒരു ശീലം കുട്ടികളിലേക്ക് മെല്ലെ മെല്ലെ പകർന്നു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഹോസ്പിറ്റലിൻ്റെ മുന്നിലും അല്ലെങ്കിൽ പല പല അസുഖങ്ങളുടെ മുന്നിലും നമ്മളിങ്ങനെ പകച്ചു നിന്ന് നോക്കി ടെൻഷൻ അടിക്കുന്നതിന് പകരം ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ ചാൻസാണ് ഇത്. ഇത്ര നാളും ചിലപ്പോൾ നമുക്ക് അറിവുണ്ടായിരിക്കില്ല, ഇതിൻ്റെ ഇത്രയും സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ആ ഒരു തീരുമാനം എടുത്തിട്ടുള്ള ഒരാളാണ്. നിങ്ങളൊരു 3 ദിവസം ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഈ ഒരു കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം കേട്ടോ. വളരെ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങളുടെ ബോഡി ട്രാൻസ്ഫോം ചെയ്യണം. നിങ്ങൾക്കൊരു വെയിറ്റ് ലോസ് ഗോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് അറ്റൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെയാണെന്നറിയോ? നമ്മുടെ ബോഡിയിൽ ഗ്രനൈൻ എന്ന് പറയുന്നൊരു ഹോർമോൺ ഉണ്ട്. മൂപ്പരുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദഹന പ്രക്രിയയൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നടത്തുക എന്നുള്ളതാണ്. രാത്രി ആയിക്കഴിഞ്ഞാൽ, അതായത് രാത്രി 8 മണി മുതൽ രാവിലെ 8 മണി വരെയുള്ള സമയം നമ്മുടെ എല്ലാ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെതും റെസ്റ്റിംഗ് ഫേസ് ആണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ റെസ്റ്റ് കൊടുക്കാറില്ല. നമ്മൾ രാത്രി ഹെവി ആയിട്ട് കൊടുത്തിട്ട് മൂപ്പരുടെ അടുത്ത് പണിയെടുക്കാൻ പറഞ്ഞിട്ട് നമ്മൾ കിടന്നുറങ്ങും. അപ്പോൾ രാവിലെ ആകുമ്പോൾ നിങ്ങൾ പിന്നെയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഫീഡ് ചെയ്യും. അപ്പോൾ നമ്മൾ പറയും ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. എന്തുകൊണ്ടാണ്? അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് വിശപ്പ് ഫീൽ ചെയ്യണം. ശരിക്കും സ്ട്രോങ് ഹങ്കർ ഫീൽ ചെയ്യുന്ന ഒരാളാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ. നമ്മളെപ്പോഴും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കുന്നത് ഫോഴ്സ്ഫുള്ളി ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിലയിലാണ്. പക്ഷേ നിങ്ങൾക്ക് ശരിക്കും നമ്മുടെ ബോഡിയുടെ ഈറ്റിംഗ് പാറ്റേൺ നിങ്ങളൊന്ന് കറക്റ്റായിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് ക്രേവിങ്സ് ഫീൽ ചെയ്യുന്നത് എപ്പോഴായിരിക്കും എന്നറിയോ? തലേ ദിവസം നന്നായിട്ട് ഫുഡ് കഴിച്ച ദിവസമായിരിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു മൂഡൊന്നും കാണത്തില്ല. ഫോഴ്സ്ഫുള്ളി നമ്മൾ എഴുന്നേറ്റ് വരേണ്ട വരും. ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ആയിരിക്കില്ല. നമ്മൾ അങ്ങനെ അങ്ങ് പോകുന്നു എന്നുള്ളൊരു ലെവലിലായിരിക്കും. എന്നാൽ കുറച്ചുകൂടെ പേർപ്പസ്ഫുള്ളി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കാണുകയാണ്, ബോഡി മൂവ് ചെയ്ത് തുടങ്ങി അല്ലെങ്കിൽ ആക്റ്റീവായി തുടങ്ങിയിട്ടുള്ള ഒരാളെന്നാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എനർജി ലെവലിലുള്ള വ്യത്യാസം മനസ്സിലാവും. നിങ്ങൾ ഹാപ്പിയും എനർജറ്റിക്കുമായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എടുക്കേണ്ട സ്റ്റെപ്പ് ഞാൻ പറയും, ഈറ്റ് യുവർ ഡിന്നർ ബിഫോർ 7.